നയിക്കുന്ന പേരൻറ്റിങ്ങിനെ കുറിച്ചുള്ള ക്ലാസ് ആരംഭിക്കുകയാണ്. വെൽക്കം മേജർ അമേക്ക. താങ്ക് യു സർ. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പേരന്റിങ് എന്നതിനെ കുറിച്ചാണ്. പേരന്റിങ് ഒരു ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് നമ്മൾ എല്ലാവരും കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ പേരൻസ് നമ്മളെ എങ്ങനെയാണോ വളർത്തിയത് ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കണമോ നമ്മൾ നമ്മുടെ കുട്ടികളെയും വളർത്തേണ്ടത്. അങ്ങനെയുള്ള ഒരുപാട് കൺസേൺ ഒക്കെ നമ്മളൊരു പേരന്റ് ആവുമ്പോൾ സാധാരണ രീതിയിൽ എല്ലാവർക്കും വരുന്ന ഒരു ചിന്താ രീതിയാണ്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ പേരൻസ് നമ്മളെ വളർത്തിയത് അവർക്ക് ആ സമയത്ത് തരാൻ പറ്റിയിരുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. നല്ല രീതിയിൽ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മളെ വളർത്തിയത്. പക്ഷെ നമ്മൾ കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ ചിന്താരീതികളിലും മാറ്റം വരുത്തണം. അതുപോലെ തന്നെ നമ്മളുടെ അവർക്ക് കൊടുക്കേണ്ട ആ ഒരു പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഏത് രീതിയിൽ മാറ്റിക്കൊണ്ടുവരണമോ അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ടാണ് പുതിയ ഒരു പേരന്റിങ് സ്റ്റൈല് കൊണ്ടുവന്നിരിക്കുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പേരന്റിങ് സ്റ്റൈൽ ഉണ്ടായിരുന്നു. ഒരു 4 പേരന്റിങ് സ്റ്റൈല് ട്രഡീഷണൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അതോറിറ്റേറിയൻ അങ്ങനെയുള്ള കുറച്ച് 4 പേരന്റിങ് സ്റ്റൈല് ഒരു കോമൺ ട്രഡീഷണൽ പേരന്റിങ് സ്റ്റൈൽ ആയിട്ട് പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ സ്ലൈഡ്സ് കാണിക്കാം. ഓക്കെ, അതോറിറ്റേറിയൻ പേരന്റിങ് എന്ന് പറയുന്ന ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു. ഇതൊരു ട്രഡീഷണൽ പേരന്റിങ് സ്റ്റൈലായിട്ട് കൺസിഡർ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. ഇതിൽ ഒരു ഭയങ്കര പേരൻസിന് ഭയങ്കര അധികാരഭാവത്തോടെ പേരൻസ് കുട്ടികളോട് പെരുമാറുക, അവരിൽ കുറെ നിയന്ത്രണങ്ങളും കർശനമായിട്ടുള്ള നിയമങ്ങളും ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുക, അങ്ങനെയുള്ള ഒരു പേരന്റിങ് സ്റ്റൈലായിരുന്നു അതോറിറ്റേറിയൻ പേരന്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കുട്ടികളെ എന്തെങ്കിലും അവർ തെറ്റുകൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ശാസിക്കുക, അവര് പറയുന്ന കാര്യങ്ങൾ മാത്രമേ കുട്ടികൾ കേൾക്കാവൂ, ആ ഒരു രീതിയിൽ കുട്ടികളോട് അപ്രോച്ച് ചെയ്യുക, അങ്ങനെയുള്ള ഒരു പേരന്റിങ് സ്റ്റൈലായിരുന്നു ഇത്. അപ്പോൾ ഇവിടെ ഉറപ്പായിട്ടും ആ ഒരു കുറച്ച് സമയത്തേക്ക് നമ്മളിപ്പോൾ ദേഷ്യപ്പെടുമ്പോഴോ അല്ലെങ്കിൽ അവരോട് കർശനമായിട്ട് എന്തെങ്കിലും നിയമങ്ങൾ അവരെ ഏൽപ്പിക്കുമ്പോഴോ ഒക്കെ അവർക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് സമയത്തേക്ക് അവര് ആ ഒരു കാര്യങ്ങൾ നമ്മൾ പറയുന്നത് പോലെ തന്നെ കേൾക്കും. അതിനുശേഷം അവരിൽ ചിലപ്പോ ആ ഒരു ചെയ്ത പേരൻസ് അവരോട് ആ ഒരു രീതിയിൽ പെരുമാറിയത് കൊണ്ട് അവർക്ക് ചിലപ്പോ പേരൻസിനോട് ദേഷ്യം ഉണ്ടാകാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് വിഷമം ഉണ്ടാകാം, വേറെ എന്തെങ്കിലും തരത്തിലുള്ള ആ ഒരു ഏകാന്തത, വിഷാദം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഈ അതോറിറ്റേറിയൻ പേരന്റിങ്ങിൽ ഉണ്ടാവാറുണ്ട്. കുറച്ച് താൽക്കാലികമായിട്ട് ആ പേരന്റിങ് സ്റ്റൈൽ കൊണ്ട് വളരെ എഫക്റ്റ് കാണുമെങ്കിലും ഒരു ലോങ് ടേം എഫക്റ്റ് എടുത്ത് നോക്കുമ്പോൾ കുട്ടികളിൽ ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ അതോറിറ്റേറിയൻ പേരന്റിങ്ങിന് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. വേറൊരു പേരന്റിങ് സ്റ്റൈലായിരുന്നു അതോറിറ്റേറ്റീവ് പേരന്റിങ് എന്ന് പറയുന്നത്. അതോറിറ്റേറ്റീവ് പേരന്റിങ്ങിൽ മെയിൻ ആയിട്ടും കുട്ടികൾക്ക് നമ്മൾ ഉറപ്പായിട്ടും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താറുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികളുടെ കാര്യങ്ങളിൽ നമ്മൾ കൂടുതലും ഇൻവോൾവ് ആയിരിക്കും. അവരുടെ കൂടെ നടന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ, അവർക്ക് വേണ്ട സ്നേഹം കൊടുക്കേണ്ടടുത്ത് കൊടുത്ത്, അവർക്ക് വേണ്ട നിയന്ത്രണങ്ങൾ കൊടുക്കേണ്ടടുത്ത് ഏർപ്പെടുത്തി, അങ്ങനെ ഒരു പേരന്റിങ് സ്റ്റൈലാണ് അതോറിറ്റേറ്റീവ് പേരന്റിങ് എന്ന് പറയുന്നത്. അവിടെ കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നമ്മൾ സമയം കൊടുക്കുന്നുണ്ട്. അവരുടെ കഴിവുകൾ കണ്ടെത്താനായിട്ടും അവരുടെ കൂടെ നടന്ന് അവരുടെ ഓരോ കാര്യങ്ങളിലും പ്രോത്സാഹിപ്പിക്കാനുമായിട്ടുള്ള സമയമൊക്കെ പേരൻസ് കണ്ട് കൊടുക്കുന്ന ഒരു പേരന്റിങ് സ്റ്റൈലായിരുന്നു അതോറിറ്റേറ്റീവ് പേരന്റിങ് എന്ന് പറയുന്നത്. ഒരു നല്ല പേരന്റിങ് സ്റ്റൈലായിട്ടായിരുന്നു അതോറിറ്റേറ്റീവ് പേരന്റിങ്ങിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. വേറൊരു പേരന്റിങ് സ്റ്റൈലാണ് അൺഇൻവോൾവ് പേരന്റിങ്. അൺഇൻവോൾവ് പേരന്റിങ് നമ്മൾ ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു പേരന്റിങ് സ്റ്റൈലായിരുന്നു. ഇതിൽ കുട്ടികളുടെ യാതൊരു കാര്യത്തിലും പേരൻസ് ഇടപെടില്ല. ലൈക്ക് ഇപ്പോ അവർക്ക് അവരുടേതായിട്ടുള്ള വർക്കും കാര്യങ്ങളും ഒക്കെ പേരൻസിന് ഉറപ്പായിട്ടും ഉണ്ടാവും. ആ സമയത്ത് പേരൻസ് എപ്പോഴും പേരൻസിന്റെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിരിക്കും, കുട്ടികളുടെ കാര്യങ്ങൾ നെഗ്ലക്ട് ചെയ്യും. അവരുടെ കാര്യങ്ങളിൽ അവരോടൊപ്പം സമയം ചെലവഴിക്കാനോ അങ്ങനെയൊന്നും ഇല്ല. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുമെന്നല്ലാതെ അവരുടെ കൂടെ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും ഇങ്ങനെയുള്ള ഒരു പേരന്റിങ് സ്റ്റൈലിൽ കൂടെ സാധിക്കത്തില്ല. അപ്പോൾ അതിൽ കുട്ടികളിൽ കൂടുതലും ഏകാന്തത, അതുപോലെ തന്നെ ഒരു വിഷാദ അവസ്ഥയിലേക്കും ആങ്സൈറ്റിയിലേക്കും ഒക്കെ പോകുന്ന ഒരവസ്ഥ ഈ ഒരു പേരന്റിങ് സ്റ്റൈലിൽ കുട്ടികളിൽ ഉണ്ടാവാറുണ്ട്. വേറൊരു പേരന്റിങ് സ്റ്റൈലായിരുന്നു പെർമിസീവ് പേരന്റിങ്. പെർമിസീവ് പേരന്റിങ് എന്ന് പറയുമ്പോൾ
മെയിനായിട്ടും ഇവിടെ നമ്മൾ കുട്ടികൾക്ക് എന്താണോ താല്പര്യം അത് നമ്മൾ ചെയ്തു കൊടുക്കും. അവർക്ക് യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും കൊടുക്കത്തില്ല. അവർക്ക് ഇഷ്ടമുള്ളത് എന്തും ചെയ്യാനായിട്ടുള്ള ആ ഒരു സ്പേസ് പേരന്റ് കൊടുക്കാണ്. പേരൻസിന്റെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിരിക്കും. കുട്ടികൾക്ക് അവരുടെ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു പേരന്റിങ് സ്റ്റൈൽ ആയിരുന്നു പെർമിസീവ് പേരന്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഈ ഒരു പേരന്റിങ് സ്റ്റൈലിൽ മെയിനായിട്ടും പ്രശ്നം എന്താ വരുന്നതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഇവിടെ എന്താണ് ശരി എന്താണ് തെറ്റ് എന്നറിയാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അവർക്ക് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യാൻ ഇഷ്ടമുള്ളതുപോലെ ചെയ്യാനായിട്ടൊരു സ്പേസാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ശരി ഏത് തെറ്റേത് എന്ന് വേർതിരിച്ചറിയാനായിട്ട് കുട്ടികൾക്ക് ഈ ഒരു പേരന്റിങ് സ്റ്റൈലിൽ കൂടെ സാധ്യമാവത്തില്ല. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മൾ ട്രഡീഷണൽ പേരന്റിങ് സ്റ്റൈലായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടിരുന്ന ഒരു പേരന്റിങ് എന്ന് പറയുന്നത്. ഇതിന് മുൻപ് ഞാൻ പറഞ്ഞതുപോലെ അതോറിറ്റേറ്റീവ് പേരന്റിങ് എന്ന ഒരു പേരന്റിങ് സ്റ്റൈലാണ് ഏറ്റവും നല്ല പേരന്റിങ് സ്റ്റൈലായിട്ട് കൺസിഡർ ചെയ്തിരുന്നത്. അതായത് കുട്ടികൾക്ക് നിയന്ത്രണങ്ങൾ കൊടുക്കും, അതുപോലെ തന്നെ കുട്ടികളെ സ്നേഹിക്കുകയും ചെയ്യും. അവർക്ക് ശരിയായിട്ടുള്ള എന്താണോ വേണ്ടത് ആ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഒരു പേരന്റിങ് സ്റ്റൈലാണ് അതോറിറ്റേറ്റീവ് പേരന്റിങ്. ഈ ഒരു കോൺസെപ്റ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പോ ഈ അടുത്ത കാലത്ത് ഒരു പുതിയ പേരന്റിങ് സ്റ്റൈല് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനാണ് പോസിറ്റീവ് പേരന്റിങ് എന്ന് പറയുന്നത്. ഇപ്പോ നമ്മള് പോസിറ്റീവ് സൈക്കോളജിയുടെ ഒരു യുഗമാണ്. നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങളിലും ബി പ്രസന്റ് അറ്റ് പ്രസന്റ്. നമ്മൾ ഇപ്പോൾ എന്താണോ ചെയ്യുന്നത് അതിൽ നമ്മുടെ മൈൻഡ് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് അതിൽ വർക്ക്ഔട്ട് ചെയ്യണം എന്നുള്ളൊരു രീതിയിലാണ് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു ശാഖ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അതിൽ വരുന്ന ഒരു കാര്യമാണ് പോസിറ്റീവ് പേരന്റിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളിലും പേരന്റിങ് ചെയ്യുന്ന ആ ഒരു സമയത്ത് കുട്ടികളുടെ എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായിട്ടും മനസ്സ് അതിൽ തന്നെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് അവരുടെ ഓരോ കാര്യങ്ങളിലും അവരോടൊപ്പം കൂടെ നടന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു രീതിയാണ് പോസിറ്റീവ് പേരന്റിങ്ങിൽ വരുന്നത്. അപ്പൊ ഈ പോസിറ്റീവ് പേരന്റിങ്ങിലേക്ക് വരുമ്പോൾ അതിൽ കുറെ കാര്യങ്ങൾ മെയിനായിട്ടും കുറച്ച് പോയിന്റ്സുകൾ അവർ പറയുന്നുണ്ട്. അതിൽ വളരെ കുറച്ച് പോയിന്റ്സുകൾ മാത്രമാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങളിലും എന്താണെന്ന് നോക്കാം. അതിൽ ഒരു കോൺസെപ്റ്റ് ആണ് സ്ട്രെങ്ത് ബേസ്ഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇപ്പോ സാധാരണ രീതിയിൽ ഒരു കുട്ടി നമ്മളുടെ അടുത്ത് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന ഘട്ടത്തിൽ എപ്പോഴും കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മളത് കുട്ടി എപ്പോഴും അവനെ വഴക്കിട്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവരുടെ വീക്ക്നെസ്സിലായിരിക്കും നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നീ പഠിക്കുന്നില്ല, നീ പറഞ്ഞാൽ കേൾക്കുന്നില്ല, അങ്ങനെ എപ്പോഴും അവരെന്താണോ തെറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ വീക്ക് പോയിന്റ് എന്താണോ അതിലായിരിക്കും നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്ത് അവരെ ശരിയാക്കിക്കൊണ്ട് വരാനായിട്ട് ട്രൈ ചെയ്യുന്നത്. മറിച്ച് ഒരു സ്ട്രെങ്ത് ബേസ്ഡ് അപ്രോച്ച്, ഇത് പോസിറ്റീവ് പേരന്റിങ്ങിൽ അവർ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. കുട്ടികളുടെ നെഗറ്റീവ് കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാതെ അവരുടെ കഴിവുകള്, അവരുടെ സ്ട്രെങ്ത് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ അവരെ വളർത്തിക്കൊണ്ട് വരണമെന്നാണ് പറയുന്നത്. എല്ലാ കുട്ടികൾക്കും ഒരു പോസിറ്റീവ് വശമുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പോസിറ്റീവ് സൈക്കോളജിയിൽ പറയുന്നത്. ഇപ്പോ ഒരു നമ്മൾ ഏതെങ്കിലും ഒരു വലിയ മരവും ഒരു ചെറിയ സൂര്യകാന്തിയുടെ പൂവൊക്കെ നടുന്ന സമയത്ത് അത് രണ്ടും ഒരേ രീതിയിലായിരിക്കും വിത്തൊക്കെ വരുന്നത് അല്ലേ? പക്ഷെ അത് കുഴിച്ചിട്ട് അത് ചെടിയായിട്ട് വരുമ്പോൾ ആ ചെറിയ ചെടിയായിട്ട് അത് പൊങ്ങി വരും. അതിനുശേഷം അത് രണ്ടും രണ്ട് രീതിയിലായിരിക്കും അതിന്റെ ഫലം തരുന്നത്. ഒന്ന് ചിലപ്പോൾ സൂര്യകാന്തി പൂവാണെന്നുണ്ടെങ്കിൽ ഒന്ന് അതിന്റെ ഫ്ലവറിന്റെ ആ ഒരു സൗന്ദര്യം കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷം നൽകും. വേറെ ഏതെങ്കിലും വലിയ മരമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന്റെ തടിയൊക്കെ ആയിരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് കാണുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് സൗന്ദര്യമൊന്നും ഉണ്ടാവണമെന്നില്ല. ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ കുട്ടികളെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ജനിച്ചു വരുന്ന ആ ഒരു സമയത്ത് കുട്ടികൾ ചെറുപ്പത്തിൽ എല്ലാവരും ഒരുപോലെ ഇരിക്കുമെങ്കിലും അവരുടെ സ്ട്രെങ്ത്, അവരുടെ കഴിവുകൾ അതെല്ലാം ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ ഓരോ കുട്ടിക്കും യൂണിക് ആയിട്ടുള്ള ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. അപ്പൊ ആ കുട്ടികളിൽ എന്തൊക്കെയാണ് ക്വാളിറ്റീസ് ഉള്ളത് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അതിൽ ഫോക്കസ് ചെയ്ത് അവരെ വളർത്തിക്കൊണ്ടുവരുവാണ് ഈ സ്ട്രെങ്ത് ബേസ്ഡ് അപ്രോച്ചിൽ ചെയ്യേണ്ടത്. ഇപ്പോ ഒരു കുട്ടി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയുടെ കേസ് തന്നെ നമുക്ക് എടുക്കാം. അവൻ ക്ലാസ്സിൽ വെച്ച് ഏതെങ്കിലും ഒരു കുട്ടി തലയിറങ്ങി വീഴോ എന്തെങ്കിലും ചെയ്തു, ക്ലാസ്സിലെ ടീച്ചർ ഇല്ലാത്തൊരു സമയത്ത് അങ്ങനെ തലയിറങ്ങി വീഴോ എന്തെങ്കിലും ഒരു അപകടം പറ്റും എന്തെങ്കിലും ചെയ്തു. ഇവൻ ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്തു, അവരെ ടീച്ചേഴ്സിനെ ചെന്ന് അറിയിക്കോ അല്ലെങ്കിൽ പിടിച്ചു കിടത്തോ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ പറയാറുണ്ട്, ഓക്കെ നീ നന്നായിട്ട് ചെയ്തു, ആ സമയത്ത് വേറെ ആരും ചെയ്യാത്തൊരു കാര്യമാണ് നീ ചെയ്തത് എന്നുള്ള രീതിയിൽ നമ്മൾ അവനെ എൻകറേജ് ചെയ്യും അല്ലെങ്കിൽ അവനെ പ്രോത്സാഹിപ്പിക്കും.
സ്ട്രെങ്ത് ബേസ്ഡ് അപ്രോച്ചിൽ പറയുന്നത് ഇങ്ങനെ കുട്ടികൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അവരുടെ സ്ട്രെങ്തിനെ നമ്മൾ ഫോക്കസ് ചെയ്യണം. അതായത് ഇപ്പൊ ഈ കുട്ടി അവിടെ ഒരു കുട്ടി തലകറങ്ങി വീണപ്പോൾ പിടിച്ചിരുത്തിയെന്നുണ്ടെങ്കിൽ അവനിൽ ആ ഒരു കൈൻഡ്നെസ് എന്ന് പറയുന്ന ഒരു മറ്റുള്ളവരുടെ ഒരു അനുകമ്പ അത് ഉള്ളത് കൊണ്ടാണ് ആ കുട്ടി അത് അങ്ങനെ ചെയ്തത്. അപ്പോൾ അവന്റെ ഇന്നർ സ്ട്രെങ്ത് എന്താണോ അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനെ നമ്മൾ എൻകറേജ് ചെയ്ത് വളർത്തിക്കൊണ്ടുവരണം. അങ്ങനെ ഓരോ സ്ട്രെങ്തും നമ്മൾ നെയിം എടുത്ത് വിളിച്ചുകൊണ്ട് അവരെ ഫോക്കസ് ചെയ്ത് വളർത്തിക്കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. ഇപ്പോ പസിൽസ് ഒക്കെ കളിക്കാനായിട്ട് കുട്ടികളിരിക്കും. പസിൽസ് ഒക്കെ കളിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് സക്സസ് ആയി എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും വളരെ നന്നായി, നീ നല്ലപോലെ ചെയ്തല്ലോ. അതാണ് യൂഷ്വലി നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. മറിച്ച് സ്ട്രെങ്ത് ബേസ്ഡ് അപ്രോച്ച് ആണെങ്കിൽ പറയണം, നീ ഇത്രയും നേരം സ്പെൻഡ് ചെയ്ത് അവിടെ ഇരുന്ന് അതിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നീ അത് ജയിച്ചു എന്നുണ്ടെങ്കിൽ നിനക്ക് അവിടെ ഇരിക്കാനായിട്ടുള്ള ആ ഒരു ക്വാളിറ്റി ഉണ്ട്. അതായത് അറ്റൻഷൻ കൊടുത്ത് അത്രയും നേരം അവിടെ ഇരുന്നത് കൊണ്ടാണല്ലോ നീ ജയിച്ചത്. അങ്ങനെ അവന്റെ ആ ഒരു ഇന്നർ സ്ട്രെങ്തിനെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണം. അതാണ് സ്ട്രെങ്ത് ബേസ്ഡ് അപ്രോച്ച് എന്ന് പറയുന്ന പോസിറ്റീവ് സൈക്കോളജിയിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്ന് പറയുന്നത്. ഇത് മെയിൻ ആയിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പൊ ഒരു കുട്ടി എന്തെങ്കിലും ചെയ്തിട്ട് വരുമ്പോൾ, തെറ്റുകൾ ചെയ്തിട്ട് വരുമ്പോൾ യൂഷ്വലി ഒരു പേരന്റ് എന്നുള്ള നിലയിൽ നമ്മൾ പറയുന്നത് എന്തായിരിക്കും? നിന്നെ എനിക്ക് ഇഷ്ടമില്ല, നിന്നെ എനിക്ക് കാണണ്ട, അല്ലെങ്കിൽ നീ ഇങ്ങനെ തന്നെയാണ്. അതാണ് സാധാരണ ഒരു പേരന്റിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ പോസിറ്റീവ് സൈക്കോളജിയിൽ പറയുന്നത് കുട്ടികളോട് ആ ഒരു രീതിയിൽ പെരുമാറുമ്പോൾ കുട്ടിക്ക് ആ ഒരു റിജക്ഷൻ ഫീൽ ചെയ്യും. എന്നെ ഇവർ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റായി പോയി എന്നുള്ളൊരു ഫീലിംഗ് ഉറപ്പായിട്ടും ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ അവർക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഇമോഷൻസും ഉണ്ടാവും. ഞാൻ ചെയ്തത് തെറ്റായി, അങ്ങനെ ചെയ്യരുതായിരുന്നു, എന്നെ പേരൻസിന് ഇനി ഇഷ്ടപ്പെടത്തില്ല, ടീച്ചേഴ്സിന് എന്നെ ഇഷ്ടപ്പെടില്ല, കുട്ടികൾ എന്നെ നെഗ്ലക്ട് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സൈക്കോളജിക്കലായിട്ടുള്ള ഇമോഷണൽ ഇഷ്യൂസ് കുട്ടികളിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. മറിച്ച് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡാണ് കുട്ടിക്ക് കൊടുക്കുന്നതെങ്കിൽ, അതായത് ഒരു കുട്ടി ഇപ്പോ സ്കൂളിൽ ചെന്ന് വഴക്കുണ്ടാക്കിയിട്ട് നമ്മളെടുത്ത് വരികയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് സ്കൂളിൽ നിന്ന് നമ്മളുടെ അടുത്ത് വരികയാണ്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് നമ്മളോട് കംപ്ലൈന്റ് ചെയ്തു, കുട്ടി ഇങ്ങനെയാണ് ബിഹേവ് ചെയ്തത്, അതുകൊണ്ട് വളരെ പ്രശ്നമൊക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ അടുത്ത് കുട്ടി വീട്ടിൽ വന്നിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ സാധാരണ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ആ ഒരു ട്രഡീഷണൽ വേയിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവന് എനിക്ക് നിന്നെ കാണണ്ട, നീ ഇങ്ങനെയാണ്, ആ ഒരു രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മളൊന്ന് സംസാരിച്ച് നോക്കാം. ലൈക്ക് ഇപ്പോ നമ്മൾക്ക് അവനെ അടുത്തിരുത്തിയിട്ട് പറയാം, സ്കൂളിൽ നിന്ന് എനിക്കൊരു കംപ്ലൈന്റ് കിട്ടി, നീ ചെയ്ത പ്രവൃത്തി എന്തായാലും ശരിയായില്ല, പക്ഷെ നീ എന്റെ ചൈൽഡ് തന്നെയാണ്, യു ആർ മൈ ചൈൽഡ്, പക്ഷെ നീ ചെയ്ത ബിഹേവിയർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ അവനെയും അവൻ ചെയ്ത ബിഹേവിയറിനെയും രണ്ടായിട്ട് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ കുട്ടി അവിടെ റിജക്ട് ചെയ്യപ്പെടുന്നില്ല, അതായത് അവൻ ചെയ്ത ബിഹേവിയർ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് അവന് മനസ്സിലാവും. പക്ഷെ അവന് നമ്മൾക്ക് സ്റ്റിൽ ഐ ലവ് യു എന്നുള്ള രീതിയിൽ അവന് അത് കോൺസെപ്റ്റ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് അവന്റെ ബിഹേവിയറിനെയാണ്. ചൈൽഡ് ആസ് എ പേഴ്സൺ നമ്മൾ സ്റ്റിൽ അവരെ ഇഷ്ടപ്പെടുന്നുണ്ട്, അവർ ചെയ്ത പ്രവൃത്തി എന്തായാലും മോശമായി പോയി എന്നുള്ള രീതിയിൽ അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ആ ഒരു കണ്ടീഷനിൽ കുട്ടിയെ ഒരിക്കലും നെഗ്ലക്ട് ചെയ്ത നീ നിന്റെ ഇഷ്ടത്തിന് ചെയ്തോളൂ, ഇനി എന്താന്ന് വെച്ചാൽ എന്നോടൊന്നും പറയണ്ട, ആ ഒരു രീതിയിൽ മൈൻഡ് ചെയ്യാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളിൽ കൂടുതലും വിഷമ അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ ചെയ്യാതെ അവനെ അടുത്ത് തന്നെ ഇരുത്തിക്കൊണ്ട് നമ്മൾക്ക് സംസാരിക്കാം. ഓക്കെ, എന്ത് കണ്ടീഷനിലാണ് നിങ്ങൾക്കിപ്പോ നീ ഇപ്പൊ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞു, എന്ത് സിറ്റുവേഷനിലാണ് നീ ആ ഒരു രീതിയിൽ അവിടെ ബിഹേവ് ചെയ്യേണ്ടി വന്നത്, എന്തായിരുന്നു നിന്നെ ദേഷ്യം ഉണ്ടാക്കാനായിട്ടുള്ള കാരണമായിട്ട് ആ ഒരു പ്രശ്നം ഉണ്ടായത് എന്നുള്ള രീതിയിൽ കുട്ടിയെ ആ സിറ്റുവേഷൻ എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യണം. ആ സിറ്റുവേഷൻ അവൻ അവിടെ പ്രതികരിച്ച് ശരിയായില്ല എന്നുള്ളത് നമ്മൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ നമ്മൾക്ക് കുട്ടിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം, ആ സിറ്റുവേഷൻ നല്ല രീതിയിൽ എങ്ങനെ നിനക്ക് കൈകാര്യം ചെയ്യാമായിരുന്നു എന്നുള്ള രീതിയിൽ അവരെ കൊണ്ട് അത് അനലൈസ് ചെയ്യിപ്പിക്കാം. ആ ഒരു രീതിക്കാണ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്ന് പറയുന്നത്. അവിടെ ഒരിക്കലും കുട്ടിയെ നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നില്ല, അവൻ ചെയ്ത ബിഹേവിയർ തെറ്റായി എന്നുള്ളത് അവരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്ത കോൺസെപ്റ്റ് ആണ് എൻകറേജ്മെന്റ് ഓവർ പ്രൈസ് എന്ന് പറയുന്നത്. ഇവിടെ സാധാരണ രീതിയിൽ നമ്മൾ കുട്ടികൾ എന്തെങ്കിലും നല്ല രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് വരുമ്പോൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് അല്ലെ.
ഇപ്പോൾ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ട് ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ പറയും വാവ് വെരി ഗുഡ്, നീ നല്ലപോലെ പഠിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു ജസ്റ്റ് ഒരു പ്രൈസിങ് ചെയ്യും. പക്ഷേ എൻകറേജ്മെന്റ് ഓവർ പ്രൈസ് എന്ന് പറയുന്നത് പോസിറ്റീവ് സൈക്കോളജിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഇവിടെ കുട്ടികളുടെ സ്ട്രെങ്തിനെ നമ്മൾ ഫോക്കസ് ചെയ്ത് അവരുടെ ഇൻട്രൻസിക് ആയിട്ടുള്ള ഒരു എഫേർട്ടിനെയും അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഇന്നർ ക്വാളിറ്റീസിനെയും ഒക്കെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രൈസ് ചെയ്യുന്നത്, എൻകറേജ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കുട്ടി നല്ല പോലെ പടമൊക്കെ വരച്ചു, പെയിന്റ് ഒക്കെ ചെയ്തു, നമ്മളുടെ അടുത്ത് കൊണ്ടുവരാം. നമ്മൾ നാച്ചുറൽ ആയിട്ട് പറയും വളരെ നന്നായിട്ടുണ്ടല്ലോ, നല്ല രസമുണ്ടല്ലോ കാണാൻ. അതായിരിക്കും നമ്മളുടെ യൂഷ്വൽ ഒരു ഇതെന്ന് പറയുന്നത്. അവിടെ നമ്മൾ അവനെ പുകഴ്ത്തി പറയാം, അല്ലെങ്കിൽ അവന്റെ ക്വാളിറ്റിയെ നമ്മൾ പ്രൈസ് ചെയ്ത് പറയാണ്, നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറയും. പക്ഷേ അതിന് പകരം പോസിറ്റീവ് സൈക്കോളജിയിൽ പറയുന്നത്, പോസിറ്റീവ് പേരന്റിങ് സ്റ്റൈലിൽ പറയുന്നത്, നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മുടെ വാക്കുകളെ മാറ്റിയെടുക്കുക. ലൈക്ക് അവരോട് പറയാ, ഓക്കെ നീ നല്ല കളർഫുൾ ആയിട്ട് ഈ പടം വരച്ചിട്ടുണ്ടല്ലോ, എത്ര സമയം ഇരുന്നിട്ടല്ലേ നീ കളേഴ്സ് ഒക്കെ ഇതിൽ മിക്സ് ചെയ്ത് ഇങ്ങനെയൊക്കെ വരച്ചത്, അല്ലാന്നുണ്ടെങ്കിൽ ഈ കളേഴ്സ് മിക്സ് ചെയ്യാൻ തന്നെ ഒരുപാട് സമയം എടുത്തിട്ടുണ്ടല്ലോ, പക്ഷെ ഓരോന്നും നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കളറിംഗ് ഒക്കെ നന്നായിട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവരുടെ എഫേർട്ടിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ജസ്റ്റ് ഒരു പ്രൈസ് അല്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഒരു പ്രൈസ് അല്ല അവർക്ക് വേണ്ടത്. അവരുടെ ക്വാളിറ്റീസിനെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, അവർ അതിൽ കൊടുത്ത എഫേർട്ടിനെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ അവരിൽ അതൊരു ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ വരുമെന്നാണ് സൈക്കോളജിസ്റ്റ് പറയുന്നത്. സോ ആ ഒരു എൻകറേജ്മെന്റ് ഓവർ പ്രൈസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടിയിൽ അവര് സ്പെൻഡ് ചെയ്ത ടൈം, അവർ കൊടുത്ത ആ ഒരു അവരുടെ ക്വാളിറ്റി ടൈം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു എഫേർട്ട്, അതിനെല്ലാം നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അവരോട് സംസാരിക്കേണ്ടത്. ആ സമയത്ത് അവർക്ക് അവരുടെ ക്വാളിറ്റീസിനെ ഐഡന്റിഫൈ ചെയ്യാനും അതിനെ ഉള്ള കഴിവുകളെ ഒന്നും കൂടെ ഫോക്കസ് ചെയ്തുകൊണ്ട് വളർത്തിക്കൊണ്ടുവരാനും ഒക്കെ കുട്ടികൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം നടക്കുന്ന ഒരു സ്റ്റേജ് ആണ് ഈ പറയുന്ന രീതിയിൽ എൻകറേജ്മെന്റ് ഓവർ പ്രൈസ് എന്ന് പറയുന്നത്. അടുത്ത ഒരു പോയിന്റ് ആണ് ഓട്ടോണോമി സപ്പോർട്ട് എന്ന് പറയുന്നത്. നമുക്ക് കുട്ടികൾക്ക് എപ്പോഴാണ് കുട്ടികളെ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് വിടാൻ പറ്റുന്നത് എന്നുള്ളത് സാധാരണ പേരൻസ് ഒക്കെ പറയും, ഒരു 4-5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും കുട്ടികൾക്ക് അവരുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്രോളം ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയും. നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു ഏജ് ക്രൈറ്റീരിയ ഒന്നുമില്ല. അവർക്ക് എപ്പോഴാണോ സ്വന്തമായിട്ട് നടക്കാനും ഓരോ കാര്യങ്ങളും ചെയ്യാനും പ്രായമാവുന്നത്, ആ സമയത്ത് തന്നെ അവരെ കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യിപ്പിക്കാം. ഇപ്പൊ ഒരു കുഞ്ഞു കുട്ടിയെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കുട്ടി ജനിച്ചു, അത് നടക്കാൻ തുടങ്ങി. ആ സമയത്ത് നമ്മളിപ്പോ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം താഴെ പോകുമ്പോഴത്തേക്കും ആ കുട്ടിയോട് ജസ്റ്റ് ഒന്ന് ആക്ഷൻ കാണിച്ചാൽ മതി, അതൊന്ന് എടുത്തു തരാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ കുട്ടികൾ അത് എടുത്തു തന്നു എന്നിരിക്കും. അപ്പൊ ആ ഒരു ചെറിയ സമയം മുതൽ നമ്മൾക്ക് ഓരോ കാര്യങ്ങളും കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ആ ഒരു രീതിയിൽ അവരെ വളർന്നു വരുന്ന ആ ഒരു ഡെവലപ്മെന്റൽ ഏജിൽ തന്നെ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ വർക്കുകൾ, ചെറിയ ചെറിയ വർക്കുകൾ, അവർക്ക് പറ്റുന്ന രീതിയിലുള്ള വർക്കുകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. ഇത് എന്റെ ജോലിയാണ് എന്നുള്ള രീതിയിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക തന്നെ വേണം. ഇൻ കേസ് ഒരു ഓട്ടോണോമി സപ്പോർട്ടിലേക്ക് നമ്മൾ വരുമ്പോൾ, ഇപ്പൊ ഒരു കുട്ടി നമ്മളോട് പറയുകയാണ്, എനിക്ക് നമ്മൾ പുറത്തു പോകുമ്പോഴത്തേക്ക് സാധാരണ രീതിയിൽ നമ്മൾ തന്നെ പേരൻസ് ആണെന്നുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ ഡിസൈഡ് ചെയ്ത് അവർക്ക് തേച്ചൊക്കെ വെച്ച് കൊടുക്കും, അയണൊക്കെ ചെയ്ത് വെച്ചേക്കും. എന്നിട്ട് കുട്ടിയോട് പറയും, നീ ഈ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് നാളെ എന്റെ കൂട്ടത്തിൽ വരേണ്ടത് എന്ന് പറയുകയും ചെയ്യും. അപ്പോൾ സാധാരണ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നമാണ്, കുട്ടികൾ വഴക്കുണ്ടാക്കാൻ തുടങ്ങും. എനിക്ക് ഈ ഡ്രസ്സ് വേണ്ട, എനിക്ക് മറ്റേ ഡ്രസ്സ് മതി. അപ്പൊ നമ്മൾ പറയും, വേണ്ട, ഈ ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ട് പോയാൽ മതി, ഇത് ഞാൻ തേച്ച് വെച്ചിരിക്കുന്നതാണ്. അത് യൂഷ്വലി ഒരു വീട്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പോസിറ്റീവ് പാരന്റിങ്ങിലേക്ക് വരുമ്പോൾ അതിൽ പറയുന്നത്, നമ്മളിപ്പോ നാളെ പോകാനായിട്ട് റെഡി ആവേണ്ട ഒരു ടൈം ആണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ കുട്ടിയെ നമ്മൾ നമ്മുടെ കബോർഡിൽ കൊണ്ടേ കാണിക്കുക, എന്നിട്ട് ചോദിക്കുക, ഇതിലെ ഏത് ഡ്രസ്സാണ് നാളെ നിനക്ക് പോകാനായിട്ട് വേണ്ടത്. അപ്പൊ കുട്ടി ഇപ്പോ ആ ഒരു ഫംഗ്ഷൻ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഡ്രസ്സ് അല്ല എടുക്കുന്നതെങ്കിൽ നമ്മൾക്ക് ഓൾവേസ് അവരോട് പറയാം, ഈ ഡ്രസ്സ് നാളെ പോകാൻ പറ്റുന്നതല്ല, വേറെ ഏതെങ്കിലും എടുക്കൂ. ഓക്കെ, അപ്പൊ അവർക്ക് ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻസ് നമ്മൾ കൊടുക്കും. അവരെ നമ്മൾ കറക്റ്റ് ചെയ്തും കൊടുക്കുന്നുണ്ട്, ഇതല്ല വേണ്ടത്, നാളത്തെ ഫംഗ്ഷൻ ഇത് പറ്റത്തില്ല, വേറെ ഏതെങ്കിലും എടുക്കൂ എന്നുള്ള രീതിയിൽ അവരെയും കൂടി നമ്മൾ ഇൻവോൾവ് ചെയ്യിക്കുന്നുണ്ട് ആ ഒരു ആക്ടിവിറ്റിയിൽ.
ആ ഒരു രീതിയിൽ അവരെ ഓട്ടോണോമസ് സപ്പോർട്ട് അവരിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. സോ ദാറ്റ് അവർ വളർന്നു വരുമ്പോൾ അവർക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ അവർ കംപ്ലീറ്റ്ലി നമ്മളിൽ ഡിപ്പെൻഡന്റ് ആയി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ഓക്കെ, ഈ ഒരു രീതിയിൽ ഓട്ടോണമി സപ്പോർട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരിൽ സെൽഫ് കോൺഫിഡൻസ് ലെവൽ, അവരുടെ ഡിസിഷൻ മേക്കിംഗ് സ്ട്രെങ്ത്, ആ സ്കിൽസ് അതെല്ലാം നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ പേരൻസിൽ എപ്പോഴും ഡിപ്പെൻഡന്റ് ആവുന്ന ഒരു പേഴ്സണാലിറ്റി ടൈപ്പ് ആയിട്ട് കുട്ടികൾ മാറും. അപ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ സെൽഫ് റെഗുലേഷൻ, അവരുടെ കോൺഫിഡൻസ്, അവരുടെ സെൽഫ് കൺട്രോൾ അതെല്ലാം കൊണ്ടുവരേണ്ടത് ചൈൽഡ്ഹുഡിൽ എപ്പോഴാണോ കുട്ടിക്ക് ഇതെല്ലാം എന്താ ചെറിയ കാര്യങ്ങളാണെങ്കിലും ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഏജ് വരുന്നത്, അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യിപ്പിച്ചാൽ മതി. ഇപ്പൊ കുട്ടികളാണെന്നുണ്ടെങ്കിലും നമുക്ക് രാത്രി ഡിന്നർ കഴിക്കുന്ന സമയത്തൊക്കെ പേരൻസ് എപ്പോഴും ഒന്നിച്ചായിരിക്കും കഴിക്കുന്നത്. ആ സമയത്ത് അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ്, ഇപ്പോൾ ഡൈനിങ് ടേബിളിൽ കൊണ്ട് പ്ലേറ്റ്സ് വെക്കാനോ, അല്ലെങ്കിൽ വെള്ളം എടുത്തു വെക്കാനോ, അല്ലെങ്കിൽ കഴിച്ച പ്ലേറ്റ്സ് കൊണ്ട് കഴുകുന്നെടുത്ത് വെക്കാനോ, അങ്ങനെ ചെറിയ ആക്ടിവിറ്റീസ് അവരെ കൊണ്ട് എന്താണോ പറ്റുന്നത് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക തന്നെ വേണം. സോ ദാറ്റ് അവർക്ക് ആ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും. എപ്പോഴും നമ്മൾ പെർഫെക്റ്റ് ആവാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ, പേരന്റിങ്ങിൽ ഒരു പ്രശ്നമുള്ളത്, ഏതെങ്കിലും പേരന്റിന് അതൊരു OCDയോ അല്ലെങ്കിൽ OCPDയോ പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടെന്നിരിക്കട്ടെ. ഇപ്പോ പേരൻസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അവർക്ക് അവരുടേതായിട്ടുള്ള പെർഫെക്ഷനിസം ആഗ്രഹിക്കുന്ന പേരൻസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ അത് ചൈൽഡ്ഹുഡിനെയും അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ അവർ ചെയ്യുന്നത് ചൈൽഡ്ഹുഡിൽ നമുക്കറിയാം, അവർ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു പെർഫെക്റ്റ് ഒന്നും ആവണമെന്നില്ല അല്ലെ. ലൈക്ക് അവര് മെസ്സി ആയിട്ട് ഇട്ടിട്ട് പോയേക്കാം, പ്ലേറ്റ്സ് കൊണ്ട് തിരിച്ചു വെക്കുമ്പോഴത്തേക്കും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആയിരിക്കത്തില്ല ഡൈനിങ് ടേബിൾ വെക്കുന്നത്. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷേ അവരെ അത് ചെയ്യിപ്പിക്കണം. മറിച്ച് ഒരു OCD ട്രേറ്റോ OCPD ട്രേറ്റോ ഒക്കെയുള്ള പേരൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാവും. കുട്ടികൾ ചെയ്യുന്ന അവരെ ആക്സെപ്റ്റ് ചെയ്യില്ല, നീ ചെയ്താൽ ശരിയാവില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്തോളാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പേരൻസ് വളർത്തി വരുമ്പോൾ കുട്ടികൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഐഡിയ കിട്ടത്തില്ല. അവർക്ക് അവരുടെ ലൈഫിൽ ഒന്നും ചെയ്യാനില്ലാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ഓക്കെ, എല്ലാം എന്റെ പേരൻസ് ചെയ്യുന്നുണ്ടല്ലോ, എനിക്കിവിടെ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് റോളൊന്നുമില്ല, ആ ഒരു രീതിയിലുള്ള ഒരു ധാരണ ഉണ്ടാക്കും. അപ്പൊ പേരൻസിന് അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കേണ്ടതും ആവശ്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ വളർന്നു വരുന്ന കുട്ടികളിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പേരന്റിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കമ്പാരിസൺ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ സാധാരണ രീതിയിൽ ഒരു കുട്ടി പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് ആണെങ്കിലും ഒക്കെ കമ്പയർ ചെയ്യുന്നത് കോമൺ ആണ്. ഇപ്പോ ഞങ്ങളുടെ അടുത്ത് കൗൺസിലിംഗ് സെന്ററിൽ ഒരു കുട്ടി കുറച്ച് നാളിന് മുൻപ് വന്നിരുന്നു. ആ കുട്ടി പറഞ്ഞ ഒരു കാര്യം, അതൊരു 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അവര് നമ്മളുടെ അടുത്ത് വന്ന സമയത്ത് കുട്ടിക്ക് ഉറക്കമില്ല, വിശപ്പില്ല, അങ്ങനെ ഡിപ്രഷന്റെ സിംറ്റംസ് ഒക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഈ ഡിപ്രഷനിലേക്ക് പോകാനായിട്ടുള്ള കാരണങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് കുട്ടി പറഞ്ഞത്, ആ കുട്ടിക്ക് ഒരു ചേച്ചിയുണ്ട്. അപ്പോൾ അമ്മ എപ്പോഴും ചേച്ചിയുമായിട്ട് ഈ കുട്ടിയെ കമ്പയർ ചെയ്യും. ബിക്കോസ് ചേച്ചി കുറച്ച് ഫെയർ ആണ്, ഈ കുട്ടി കുറച്ച് ഡാർക്ക് ആണ്, അങ്ങനെ കുറച്ച് കമ്പാരിസണും പഠനത്തിന്റെ കാര്യത്തിലാണെങ്കിലും കമ്പാരിസണും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കുട്ടിക്ക് സെൽഫ് കോൺഫിഡൻസ്, ആ ഒരു ഇതൊന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിൽ ആള് ഭയങ്കര വിഷമാവസ്ഥയിലാണ് നമ്മളുടെ അടുത്ത് വന്നത്. അപ്പൊ അമ്മയോട് സംസാരിച്ച സമയത്ത് അമ്മ പറഞ്ഞു, അങ്ങനെ ഇതുവരെ കമ്പാരിസൺ ഒന്നും നടത്തിയിട്ടില്ല, അങ്ങനെ ഒരു കാര്യമേ വീട്ടിൽ ചെയ്യാറില്ല എന്നൊക്കെ അമ്മ പറഞ്ഞു. അപ്പോ നമ്മൾ കുട്ടിയെ വീണ്ടും വിളിച്ചു, കുട്ടിയോട് ചോദിച്ചു എന്താണ് കമ്പാരിസൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഏത് സിറ്റുവേഷനിലാണ് അമ്മ കമ്പയർ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു. അമ്മ ആ കുട്ടി വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ ചിലപ്പോൾ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും അമ്മ പറയും, ഈ ഡ്രസ്സ് നിന്റെ ചേച്ചിക്കായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നേനെ. അങ്ങനെയുള്ള ഒരു കമന്റ് അമ്മ പാസ്സാക്കിയിട്ടുള്ളൂ. പക്ഷെ അമ്മയുടെ ഒപ്പീനിയനിൽ അമ്മ അവിടെ കമ്പയർ ചെയ്തൊന്നുമല്ല, അമ്മയ്ക്ക് തോന്നിയൊരു ഒപ്പീനിയൻ പറഞ്ഞു. പക്ഷെ ആ കുട്ടി അത് കമ്പാരിസൺ ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും കുട്ടികൾ അവർക്ക് ഫീലിങ്സ് ഉണ്ടാക്കുന്ന രീതിയിൽ എടുത്തു എന്ന് വരും. അത് ഡിപ്രഷനിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും പോയിരിക്കും. അതുകൊണ്ട് ഒരിക്കലും കമ്പാരിസൺ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യരുതാത്ത ഒരു കാര്യമാണ് കമ്പാരിസൺ എന്ന് പറയുന്നത്. അടുത്തതാണ് സാധാരണ രീതിയിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലെ, ആൺകുട്ടികൾ കരയരുത്. അതൊരു ട്രഡീഷണൽ ആയിട്ട് കേട്ട് വരുന്ന ഒരു കാര്യമാണ്, ആൺകുട്ടികൾ ഒരിക്കലും കരയരുത് എന്ന് പറയുന്ന ഒരു സംഭവം. ഇപ്പൊ പേരന്റിങ്ങില്, നമ്മൾ പോസിറ്റീവ് പേരന്റിങ്ങില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇമോഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ അത് വെന്റിലേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്.
ആൺകുട്ടികൾ കരയരുത്, പെൺകുട്ടികൾ മാത്രമേ കരയാവുള്ളൂ, ആ ഒരു ഇതില് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ, ഇപ്പോൾ ഇന്ന് ന്യൂസ് പേപ്പറിൽ വായിച്ചൊരു കാര്യമാണ്, നമ്മുടെ ലോകാരോഗ്യ സംഘടന WHO പുറത്തിറക്കിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് പുരുഷന്മാരാണ് കൂടുതലും സൂയിസൈഡിലേക്ക് പോകുന്നത്. സ്ത്രീകൾക്ക് വിഷാദവും ആൻസൈറ്റിയും സ്ത്രീകളിലാണ് കൂടുതൽ കാണുന്നതെങ്കിലും സൂയിസൈഡ് ചെയ്യുന്നത് പുരുഷന്മാരാണ് കൂടുതലെന്ന് ഇന്നത്തെ റിപ്പോർട്ടിൽ വന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിന് മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് അവരവരുടെ ഇമോഷൻസ് മനസ്സിൽ വെക്കണം, അത് പുറത്തേക്ക് വെന്റിലേറ്റ് ചെയ്യരുത് എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ വളർത്തിക്കൊണ്ട് വരുന്നത് വളരെ അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും വെന്റിലേറ്റ് ചെയ്യേണ്ടത് ഇമോഷൻസിന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ആങ്കർ ആയാലും ദേഷ്യമായാലും സന്തോഷമായാലും എന്തായാലും എക്സ്പ്രസ് ചെയ്യാനുള്ളത് എക്സ്പ്രസ് ചെയ്യുക. അതായത് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഇമോഷൻസിനെ വെന്റിലേറ്റ് ചെയ്യണം. അൺഹെൽത്തി ആയിട്ട് ഇമോഷൻസിനെ വെന്റിലേറ്റ് ചെയ്യാനും പറ്റും, ഹെൽത്തി ആയിട്ട് വെന്റിലേറ്റ് ചെയ്യാനും പറ്റും. അൺഹെൽത്തി രീതിയിൽ ഇപ്പോ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം വരികയാണ് അല്ലെങ്കിൽ ദേഷ്യം വരികയാണ്, അത് അൺഹെൽത്തി വേയിൽ എക്സ്പ്രസ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ സാധനങ്ങൾ വലിച്ചെറിയുകയോ അല്ലെങ്കിൽ അബ്യൂസീവ് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുകയോ അങ്ങനെയൊക്കെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് അൺഹെൽത്തി വേയിലുള്ള ആ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളത് പറഞ്ഞ് കുട്ടികളെ മനസ്സിലാക്കണം. നീ ഈ ഒരു നിന്റെ ഇമോഷൻ എക്സ്പ്രസ് ചെയ്ത രീതി ശരിയായില്ല, അതിനെ ഹെൽത്തി വേയിൽ നമ്മൾക്ക് എങ്ങനെ കൊണ്ടുവരാം, അതായത് ഇപ്പോൾ പാത്രങ്ങൾ എറിഞ്ഞ് ഉടയ്ക്കാതെയോ അല്ലെങ്കിൽ മേശയോ കസേരയോ വലിച്ചെറിയാതെയോ ഒക്കെ ആ ഒരു ആങ്കറിനെ എങ്ങനെ നല്ല രീതിയിൽ അതിനെ നിനക്ക് എക്സ്പ്രസ് ചെയ്യാം എന്നുള്ള രീതിയിൽ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതാണ് ഹെൽത്തി വേ ഓഫ് ഇമോഷണൽ എക്സ്പ്രഷനും അൺഹെൽത്തി വേ ഓഫ് ഇമോഷണൽ എക്സ്പ്രഷനും. അപ്പോൾ അത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. അടുത്തത് പേരൻസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടികളുടെ എഡ്യൂക്കേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോ ഒരു കുട്ടി എന്തെങ്കിലും ഹോംവർക്കോ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് എല്ലാ ദിവസവും ഉണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് വരുന്ന സമയത്ത് നമ്മൾ പെർഫെക്റ്റ് ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ലൈക്ക് ഇപ്പോ സാധാരണ രീതിയിൽ ചില പേരൻസിന് അവരെപ്പോഴും പെർഫെക്ഷനിസം ആഗ്രഹിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അതായത് കുട്ടികൾ ചെയ്തുകൊണ്ട് പോകുന്നതിൽ മിസ്റ്റേക്ക് ഒന്നും ഉണ്ടാകരുത്, അതുകൊണ്ട് അവര് തന്നെ കുട്ടികളുടെ ഹോംവർക്കും കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കും. പക്ഷെ പോസിറ്റീവ് പേരന്റിങ്ങിൽ നമ്മൾ പറയുന്ന അങ്ങനെയല്ല, നമ്മളല്ല അവരുടെ ഹോംവർക്കും അവരുടെ വർക്കും അവരുടെ ആക്ടിവിറ്റീസും ഒക്കെ ചെയ്തു കൊടുക്കേണ്ടത്, മറിച്ച് അവര് ജസ്റ്റ് ഒരു സപ്പോർട്ടായിട്ടാണ് നമ്മൾ അവിടെ നിൽക്കേണ്ടത്. അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ഗൈഡ് ചെയ്തു കൊടുക്കണം, അവരുടെ കാര്യങ്ങളല്ല നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. വി ആർ ജസ്റ്റ് സപ്പോർട്ടിംഗ് റോളാണ് ആസ് എ പേരന്റ് നമ്മൾക്ക് അവിടെ ഉണ്ടാവേണ്ടത്. സോ ദാറ്റ് അവര് അവരുടേതായിട്ടുള്ള ഐഡിയാസ് ഉണ്ടാക്കും, അവരുടെ ക്രിയേറ്റിവിറ്റി അവിടെ എക്സ്പ്രസ് ചെയ്യും. അതെല്ലാം എക്സ്പ്രസ് ചെയ്യാനായിട്ടൊരു സ്പേസ് പേരൻസ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ജസ്റ്റ് ഒരു സപ്പോർട്ടാണ് കൊടുക്കേണ്ടത്, അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതല്ല ഒരു പേരന്റിങ്ങിൽ നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് അറിഞ്ഞു ഇരിക്കുക. അവർക്ക് ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അവരുടെ ക്രിയേറ്റിവിറ്റിയാണ് അവിടെ എക്സ്പ്രസ് ചെയ്യേണ്ടത്, അവരുടെ ഐഡിയാസ് ആണ് അവിടെ റിഫ്ലക്ട് ചെയ്യേണ്ടത്, മറിച്ച് പേരൻസിന്റെ അല്ല എന്നുള്ളത് പേരൻസ് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മൾ സാധാരണ രീതിയിൽ ഇതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു കാര്യമാണ്. ഇപ്പോ ഒരു ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് അക്കാഡമിക് ഇന്റലിജൻസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അവൻ നല്ലപോലെ പഠിക്കും, അവൻ ഇന്റലിജന്റ് ആണെന്ന് പറയുമ്പോൾ അക്കാഡമിക് ഇന്റലിജൻസ് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതനുസരിച്ച് ഇന്റലിജൻസ് എന്ന് പറയുന്നത് അക്കാഡമിക് ഇന്റലിജൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രമല്ല നമ്മൾ സംസാരിക്കുന്നത്. ഓരോ മനുഷ്യർക്കും പല രീതിയിലുള്ള ഇന്റലിജൻസ് ആയിരിക്കും ഉള്ളത്. ചില ആൾക്കാർക്ക് മ്യൂസിക്കിനോടായിരിക്കും താല്പര്യം, ഓക്കെ. ചില ആൾക്കാർക്ക് കൈനസ്തെറ്റിക് ആയിട്ടുള്ള, അതായത് എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസിലായിരിക്കും ഇന്റലിജൻസ് ഉള്ളത്. ചില ആൾക്കാർക്ക് ഇന്റർപേഴ്സണൽ സ്കില്ലായിരിക്കും, അതായത് മറ്റുള്ള ആൾക്കാരോട് മിങ്കിൾ ചെയ്യാനും ഒരു സോഷ്യൽ നെറ്റ്വർക്ക് ഉണ്ടാക്കാനും അങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ ആയിരിക്കും ചില ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്. ഇൻട്രസ്റ്റ് അല്ല, ഇന്റലിജൻസ് ഉള്ളത്. ചിലർക്ക് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ഉണ്ടാവും, മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ഉണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള ഇന്റലിജൻസ് ഉണ്ട്. അക്കാഡമിക് ഇന്റലിജൻസിനെ മാത്രമല്ല ബുദ്ധി ഇന്റലിജന്റ് എന്ന ആ ഒരു ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഉണ്ട്. ഒരു കുട്ടിയെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഇപ്പൊ നമ്മളുടെ അടുത്ത് സാധാരണ കൗൺസിലിങ്ങിലൊക്കെ ഒരുപാട് കുട്ടികളെയും കൊണ്ട് വരാറുണ്ട്. ആ കുട്ടികളിൽ കൂടുതലായിട്ടും കാണുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ലേണിംഗ് ഡിസബിലിറ്റി ആണ്. അതായത് കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ട്, അതിനെയാണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ചില കുട്ടികൾ എഴുതുമ്പോൾ അക്ഷരങ്ങൾ തലതിരിച്ച് എഴുതുക, ചില കുട്ടികളാണെന്നുണ്ടെങ്കിൽ എഴുതുന്നത് അവർക്ക് കറക്റ്റ് ലൈനിൽ എഴുതാൻ പറ്റാതിരിക്കുക, എഴുതി വരുമ്പോൾ ഇങ്ങനെ സ്പേസ് ഓറിയന്റേഷൻ ഇല്ലാത്ത കാരണം അവർക്ക് അത് മാറി മാറി പോവുക, തെറ്റുകൾ ഉണ്ടാവുക. അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് എന്തെങ്കിലും നമ്മൾ വായിക്കാൻ കൊടുത്താലും അവർക്ക് ഇത് കൂട്ടി വായിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുമ്പ് ഒരു കുട്ടി വന്നിരുന്നു, അവന് ക്യാറ്റ് എന്ന് എഴുതുമ്പോൾ നമ്മൾ CAT എന്നുള്ളത് അവന് വായിക്കാൻ പറ്റുന്നുണ്ട്, C വായിക്കാൻ പറ്റുന്നുണ്ട്, A വായിക്കാൻ പറ്റുന്നുണ്ട്, T വായിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ക്യാറ്റ് എന്ന് കൂട്ടി വായിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ, അതിനൊക്കെയാണ് നമ്മൾ ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ എന്നൊക്കെ പറയുന്നത്. സോ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ കുട്ടികൾ സാധാരണ രീതിയിൽ കൂടുതലായിട്ട് കുട്ടികളുടെ ഇടയിൽ കാണുന്ന ഒരു പ്രശ്നമാണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ കുട്ടികളിലെ ലേണിംഗ് ഡിസബിലിറ്റി കണ്ടെത്തി അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇൻ കേസ് കുട്ടിക്ക് പലതരത്തിലുള്ള ലേണിംഗ് ഡിസബിലിറ്റി പ്രശ്നങ്ങളുണ്ട്, അക്കാഡമിക് ഡിഫിക്കൽട്ടീസ് ഉണ്ട്, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അവരെ വീണ്ടും 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 പഠിക്കണം എന്നുള്ള ആ ഒരു പ്രഷർ കൊടുക്കുമ്പോൾ അവർക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾ ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ ആരെങ്കിലും ഒക്കെ താരെ ജമീൻ പർ എന്ന് പറയുന്ന ഒരു മൂവി ഹിന്ദിയിൽ കണ്ടിട്ടുണ്ടാവും. അതിൽ കൂടുതലും നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന കുട്ടി ഒരു ലേണിംഗ് ഡിസബിലിറ്റി ആയിട്ടുള്ള ഒരു കുട്ടിയുടെ സ്റ്റോറിയാണ്. ഓക്കെ, ആ കുട്ടി ആ എഴുതുന്ന ബോർഡിൽ എഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾ എങ്ങനെ കാണുന്നു, നമ്മൾ നോട്ട്ബുക്കിൽ എഴുതുന്ന രീതി എങ്ങനെയാണ്, അതൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേണിംഗ് ഡിസബിലിറ്റി എന്താണ് എന്നുള്ളൊരു ഐഡിയ കിട്ടും. സോ ആ ഒരു രീതിയിലാണ് ഒരു ലേണിംഗ് ഡിസബിൾഡ് ആയിട്ടുള്ള കുട്ടിയുടെ ആ ഒരു മൈൻഡ് ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ മുകളിൽ കൂടെ നമ്മൾ കുട്ടിയെ കൂടുതൽ പറയുകയാണ് നീ പഠിക്കൂ എന്ന് പറഞ്ഞാൽ അവനത് പറ്റത്തില്ല. കാരണം അത് കുട്ടിയുടെ പ്രശ്നമല്ല, അവന്റെ ആ ഒരു ന്യൂറോളജിക്കൽ ഡെവലപ്മെന്റിൽ വരുന്ന ഒരു ഇഷ്യൂ ആണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ നമ്മൾക്ക് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യിക്കാം. അതായത് പഠിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല ഇന്റലിജൻസ് എന്ന് നമ്മൾ പറയുന്നത്, അവന് വേറെ എന്തെങ്കിലും രീതിയിലുള്ള കഴിവുകൾ ഉണ്ടാവും, അതിനെ ഫോക്കസ് ചെയ്ത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് ഐഡന്റിഫൈ ചെയ്ത് അതിനെ വളർത്തിക്കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. അപ്പോൾ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്നുള്ള ഒരു ഐഡിയ നമ്മൾ പേരൻസിന് ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. കുട്ടികളുടെ ഏത് ക്വാളിറ്റീസ് ആണ് കുട്ടിക്കുള്ളത് എന്നുള്ളത് നമ്മൾക്ക് ഐഡന്റിഫൈ ചെയ്യണം. അതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുട്ടിയെ പല രീതിയിലുള്ള കാര്യങ്ങളിലേക്കും ഇൻവോൾവ് ചെയ്യിക്കുക. അതായത് ഇപ്പോൾ വളർന്നു വരുന്ന ഒരു പ്രായത്തില് സാധാരണ ഇപ്പോൾ വെക്കേഷൻ ഒക്കെ ആയപ്പോഴത്തേക്കും ഒരുപാട് പേരൻസ് ഓരോ ആക്ടിവിറ്റീസിലും കുട്ടികളെ ചേർത്തിട്ടുണ്ടാവും. ചിലർ എന്തെങ്കിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വിട്ടിട്ടുണ്ടാവും, ചിലർ പെയിന്റിങ് അല്ലെങ്കിൽ സിംഗിങ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലേക്ക് പേരൻസ് അവരെ എൻഗേജ് ചെയ്യിക്കാറുണ്ട്. അവർക്ക് ഏതിലാണോ എക്സൽ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമ്മൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അവരെ പല എക്സ്പോഷേഴ്സ് നമ്മൾക്ക് കൊടുക്കാം. അതായത് ഈ ഒരു രീതിയിൽ അവരെ പലതരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾക്ക് വിടാം, ക്ലാസ്സിന് വേണ്ടിയിട്ട് വിടാം. അതിൽ നിന്നും അവർ ഏത് ഏരിയയിലാണ് നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് എന്നുള്ളത് നമ്മൾക്ക് കണ്ടുപിടിക്കാം. അതിനനുസരിച്ച് ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരുടെ ആ ഒരു ക്വാളിറ്റീസ് നമ്മൾക്ക് വളർത്തിക്കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ അവർ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചോളും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ആണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അടുത്തത് ഡൗട്ട്സ് ആൻഡ് ക്യൂരിയോസിറ്റി ആണ്. സാധാരണ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവരെപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കും. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ ഈ കാണുന്നത് എന്താണ്, അങ്ങനെ ഒരുപാട് ക്യൂരിയസ് ആയിരിക്കും കുട്ടികൾ. നമ്മൾക്ക് അവരുടെ കൂട്ടത്തിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡൗട്ടുകൾ അവർക്ക് ഉണ്ടാവും. അതെപ്പോഴും നമ്മൾക്ക് അതിന് ആൻസർ കൊടുക്കാനേ സമയം ഉണ്ടാവുള്ളൂ. അപ്പൊ സാധാരണ രീതിയിൽ പേരൻസ് അത് ഡൗട്ട്സ് കേട്ട് മടുക്കും. അപ്പൊ പേരൻസ് പറയും ഒന്ന് നിർത്താവോ, നിനക്ക് ഇത് മാത്രമേ ഉള്ളൂ ചോദിക്കാൻ. ആ ഒരു രീതിയിൽ നമ്മൾ അവരോട് സംസാരിക്കാറുണ്ട്. ഡൗട്ട്സ് ആൻഡ് ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് വളർത്തിക്കൊണ്ട് വരണമെന്നാണ് പറയുന്നത്. കുട്ടികൾക്ക് എന്തുമാത്രം സംശയങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ തീർത്തു കൊടുക്കാം. ഇൻ കേസ് നമുക്ക് തീർത്തു കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് പറ്റുന്ന ആൾക്കാരെ കൊണ്ട് അവരെ കണക്ട് ചെയ്ത് കൊടുക്കോ, അവരോട് സംസാരിക്കാൻ പറയുകയോ എന്തെങ്കിലും ചെയ്യുക. ഒരിക്കലും ക്യൂരിയോസിറ്റിയെയും ഡൗട്ട്സിനെയും നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് അത് എൻകറേജ് ചെയ്ത് കൊണ്ടുവരണം, എങ്കിലേ കുട്ടികൾ വലുതാവും. ഓക്കെ, പിന്നെ ക്വാളിറ്റി ടൈം കുട്ടികളുമായിട്ട് സ്പെൻഡ് ചെയ്യണം. അതായത് നമ്മൾ എപ്പോഴും ടൈം സ്പെൻഡ് ചെയ്യാറുണ്ടായിരിക്കും കുട്ടികളുടെ കൂട്ടത്തിൽ. അവരുടെ കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ നമ്മുടെ ഫോണും കയ്യിൽ വെച്ചുകൊണ്ടായിരിക്കും കുട്ടികളുടെ അടുത്ത് ഇരിക്കുന്നത്. ക്വാളിറ്റി ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് അതല്ല. ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന സമയത്ത് കുട്ടികൾക്കായിട്ട് ആ കംപ്ലീറ്റ് ടൈം മാറ്റി വയ്ക്കണം. ആ സമയത്ത്
ഫോണോ അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസിലോ എൻഗേജ്ഡ് ആവാതെ കംപ്ലീറ്റ്ലി മൈൻഡ്ഫുൾനെസ് പാരന്റിങ് പ്രാക്ടീസ് ചെയ്യണം. അതിൽ നമ്മൾ ആ കുട്ടികളുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന ടൈം അവർക്ക് മാത്രമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ ആക്കി കൊടുക്കണം. അതിനാണ് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ വേറൊരു രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻസും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക, മൈൻഡ്ഫുൾനെസ് പേരന്റിങ് പ്രാക്ടീസ് ചെയ്യുക. കംപ്ലീറ്റ്ലി ആ ഒരു പേരന്റിങ്, ഞാനൊരു പേരന്റ് ആണ്, എന്റെ ഈ ഒരു ടൈം കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് അവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതിനാണ് സ്പെൻഡ് ക്വാളിറ്റി ടൈം വിത്ത് കിഡ്സ് എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവോയ്ഡ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് കുട്ടി എന്താവശ്യപ്പെട്ടാലും അപ്പൊ തന്നെ വാങ്ങിക്കൊടുക്കുന്ന ഒരവസ്ഥ, അതാണ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു സാധാരണ രീതിയിൽ കുട്ടി കരയും, അല്ലെങ്കിൽ കുട്ടി അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, നമ്മളത് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ കുട്ടിക്ക് എന്ത് ഫീൽ ചെയ്യും, ആ ഒരു രീതിയിൽ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുമ്പോഴാണ് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ സാധനങ്ങൾ, അവർ ഡിമാൻഡ് ചെയ്യുന്ന സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ കുട്ടി വളർന്നു വരികയാണെന്നുണ്ടെങ്കിൽ വലുതാവുമ്പോൾ കുട്ടികൾ ഡിമാൻഡ് ചെയ്യുന്ന വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവർ എക്സ്പെക്ട് ചെയ്യുന്ന നമ്മളിപ്പോ വാങ്ങിച്ചു കൊടുക്കും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അത് കിട്ടാതെ വരുന്ന സമയത്ത് നമ്മൾക്കത് അഫോർഡബിൾ ആവത്തില്ല. ആ സമയത്ത് അവർക്ക് നമ്മൾക്ക് അത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്ത കണ്ടീഷനിൽ കുട്ടി ഡിപ്രഷനിലോട്ട് പോകും. ചിലപ്പോ അവൻ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ആക്ടിവിറ്റീസിലോട്ട്, അതായത് ഇത് കിട്ടണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിലോട്ടും കാര്യങ്ങളിലോട്ടൊക്കെ തിരിഞ്ഞു വന്നിരിക്കും. അപ്പോൾ വളർന്നു വരുന്ന സമയത്ത് ചൈൽഡ്ഹുഡിൽ കൊടുക്കേണ്ട ഒരു സംഭവമാണ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ എപ്പോഴും ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ കുട്ടിക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അപ്പൊ തന്നെ വാങ്ങിച്ചു കൊടുക്കാതെ അതിനെ കുറച്ച് ഡിലേ ചെയ്യിക്കുക. അതായത് നെക്സ്റ്റ് വീക്ക് തരാമെന്നോ, അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് തരാമെന്നോ, അല്ലെങ്കിൽ എക്സാം കഴിയുമ്പോൾ തരാമെന്നോ, ആ ഒരു രീതിയിൽ ഗ്രാറ്റിഫിക്കേഷൻ ഡിലേ ചെയ്യാം. അപ്പൊ സാധാരണ രീതിയിൽ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ അവോയ്ഡ് ചെയ്ത് ഗ്രാറ്റിഫിക്കേഷൻ ഡിലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ കുറെ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അതിലൊന്നാണ് ടോക്കൺ എക്കണോമി. ടോക്കൺ എക്കണോമി എന്ന് പറഞ്ഞാൽ ഇപ്പോ കുട്ടികൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യാന്നിരിക്കട്ടെ, ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് പറയാം, ലൈക്ക് ഇപ്പോ ഒരാഴ്ചത്തേക്ക് നീ നിന്റെ വർക്കുകൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സ്റ്റാർ തരാം. അതായത് ജസ്റ്റ് കുട്ടികൾക്ക് വളർന്നു വരുന്ന കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടമാണ് അല്ലെ. നമ്മളിപ്പോ അവർക്ക് പലതരത്തിലുള്ള ഇറേസേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയുന്നത് സ്റ്റിക്കേഴ്സ് കിട്ടും, സ്മൈലീസ് കിട്ടും. വാങ്ങിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആമസോണിലൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ചെറിയ അധികം പൈസയൊന്നും ഇല്ലാത്ത ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് വാങ്ങിക്കാൻ കിട്ടുന്നത്. ഇപ്പൊ കുട്ടികളോട് നമ്മൾ പറയാണ്, നീ ഇന്ന കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഒരു സ്മൈലി തരാം, അല്ലെങ്കിൽ ഒരു ഇറേസർ തരാം. ഓക്കെ, അങ്ങനെ ഒരു 10 സ്മൈലീസ് അല്ലെങ്കിൽ 10 ഇറേസേഴ്സ് ആവുമ്പോൾ നീ ഡിമാൻഡ് ചെയ്ത കാര്യം ഞാൻ വാങ്ങിച്ചു തരും. ഓക്കെ, അങ്ങനെ നമ്മൾ വളർത്തിയെടുക്കുന്ന ആ ഒരു ഇതിനെയാണ് ടോക്കൺ എക്കണോമി എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഇപ്പോ ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോ കുട്ടികൾ ഒരുപാട് ടോയ്സ് ഒക്കെ വെച്ച് കളിക്കുന്ന കുട്ടികളുണ്ടാവും. ഇപ്പോൾ റൂംസ് എല്ലാം ടോയ്സ് കൊണ്ട് നിറച്ച് വെച്ച് നമ്മളെ ഭയങ്കര ഡിസ്ട്രസ് ആക്കി, നമ്മൾ സാധാരണ ജോലിയൊക്കെ കഴിഞ്ഞ് കയറി വരുമ്പോഴത്തേക്കും അത് മുഴുവൻ വലിച്ചു വാരിയിട്ട് ആകെ മെസ്സി ആക്കി വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പേരൻസിന് ഓട്ടോമാറ്റിക്കലി ദേഷ്യം വരും. അപ്പൊ നമ്മൾക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ടോക്കൺ എക്കണോമി എന്ന് പറയുന്നത്. അപ്പൊ കുട്ടികളോട് നമ്മൾ പറയാം, ഈ ഒരു റൂം, അതായത് നമ്മളൊരു കളിക്കാനായിട്ട് ഒരു റൂം കുട്ടികൾക്ക് കൊടുക്കാം. ആ ഒരു റൂം നിങ്ങൾക്ക് കളിക്കാനായിട്ട് യൂസ് ചെയ്യാം. പക്ഷെ ഈവനിങ് ആവുമ്പോൾ കളിച്ചു കഴിയുമ്പോൾ ടോയ്സ് എല്ലാം ഇന്ന സ്ഥാനത്ത് തന്നെ തിരിച്ചു വെക്കണം. അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വൈകിട്ട് വരുന്ന സമയത്ത് ഈ ടോയ്സ് എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ കറക്റ്റ് ആയിട്ട് പ്ലേസസിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഞാൻ ഇന്നൊരു സ്റ്റാർ തരാം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് പല ടെക്നിക്സുകളും യൂസ് ചെയ്യാം. ജസ്റ്റ് ഒരു ടെക്നിക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റൽസിലൊക്കെ കണ്ടിട്ടില്ലേ, വാഷ്റൂം ഒക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഡോറിന്റെ ഒക്കെ അവിടെ ഒരു പേപ്പർ ഒട്ടിച്ച് വെച്ചേക്കും. എന്നിട്ട് ടൈം അനുസരിച്ച് ടിക്ക് ചെയ്യും, ഇന്ന സമയത്ത് അവർ ക്ലീൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ടിക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ നമ്മൾക്കൊരു പേപ്പർ ഡോറിന്റെ അവിടെ ഒട്ടിച്ച് വെക്കുക, ഡേറ്റ് ഇടുക, അന്ന് വൈകിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ടിക്ക് ഇടാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ സ്റ്റാർ ഇടാം, അല്ലെങ്കിൽ ഒരു സ്മൈലി ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് പറയാം, ഇപ്പൊ ഒരു കുട്ടി എന്തെങ്കിലും റിമോട്ട് കൺട്രോൾ കാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിമാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം, ഇതില് ഒരു 10 സ്റ്റാർ വരുന്ന ദിവസം റിമോട്ട് കൺട്രോൾ കാർ വാങ്ങിച്ചു തരാം, അല്ലെങ്കിൽ
10 സ്മൈല് വരുന്ന ദിവസം ഇന്നത് വാങ്ങിച്ചു തരാം. അപ്പൊ കുട്ടികളിൽ ആ ഒരു ബിഹേവിയർ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടുവരികയാണ്. അവനിൽ ഇല്ലാത്ത ഒരു ബിഹേവിയർ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടുവരികയാണ്. അവിടെ ഒരു റിവാർഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് കുട്ടികൾ അതിലേക്ക് ഫോക്കസ് ചെയ്ത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്തോളും. അപ്പൊ ഇല്ലാത്ത ഹാബിറ്റ്സ് നമ്മൾക്ക് ഉണ്ടാക്കിക്കൊണ്ടുവരാം. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മൾക്ക് ഉള്ള ബിഹേവിയേഴ്സിനെ മാറ്റി റീപ്ലേസ് ചെയ്ത് നമ്മൾക്ക് ഡിസൈഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അത് ചെറുപ്പത്തിലാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കൊണ്ടുവരാൻ സാധിക്കും. വലുതായി കഴിയുന്ന മുതിർന്നവരിലാണെന്നുണ്ടെങ്കിൽ ആ ബിഹേവിയേഴ്സിനെ മോഡിഫൈ ചെയ്യാനായിട്ട് കുറച്ച് പ്രയാസമായിരിക്കും. അപ്പൊ ചെറുപ്പത്തില് നമ്മൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണോ കുട്ടികളിൽ മാറ്റേണ്ടതായിട്ട് നമുക്ക് തോന്നുന്നത് അതെല്ലാം മാറ്റിക്കൊണ്ടുവരാനായിട്ടുള്ള ഒരുപാട് ടെക്നിക്കുകളും കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ ചെറുപ്പകാലത്താണെങ്കിൽ അതിനെല്ലാം നമ്മൾക്ക് സാധിക്കും. പക്ഷെ നമ്മൾ സാധാരണ രീതിയിൽ പറയാറുണ്ട്, ഒരു വയസ്സിനും 5 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു വളർത്തുക എന്ന് പറയാറുണ്ട്. അവർക്ക് എന്തൊക്കെ വേണോ ആ ഒരു രീതിയിൽ സ്നേഹവും കെയറും കൊടുത്തു വളർത്തുക. ഒരു 5 തൊട്ട് 15 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ട് വളർത്തണം. അവർക്ക് അവരെ ഒരു ഒറ്റയ്ക്ക് നിൽക്കാൻ പാകത്തിന് ഒരു റെസ്പോൺസിബിലിറ്റി വളർത്തിക്കൊണ്ടുവരണം. അവരെ കൊണ്ട് ചെയ്യിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യിക്കണം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് അവരിൽ ആ ഒരു ഹാബിറ്റ് സംഭവങ്ങളൊക്കെ വളർത്തിക്കൊണ്ടുവരണമെന്ന് പറയാറുണ്ട്. 5 തൊട്ട് 15 വയസ്സിനിടയ്ക്കുള്ള ആ ഒരു പ്രായത്തില്. ആ ഒരു പ്രായമാണ് പ്രോപ്പർ ആയിട്ട് നമ്മൾക്ക് എന്തൊക്കെ ബിഹേവിയർ അവരിൽ കൊണ്ടുവരണോ, പ്രോപ്പർ ആയിട്ടുള്ള ബിഹേവിയേഴ്സ്, ഡിസൈഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് കൊണ്ടുവരണോ, അതെല്ലാം കൊണ്ടുവരാനായിട്ടുള്ള ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഒരു 15 വയസ്സിന് ശേഷം നമ്മൾ അവരെ നിയമങ്ങൾ പഠിപ്പിക്കാൻ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മളുടെ എതിരെ തിരിഞ്ഞു നിന്നിരിക്കാം. അതുകൊണ്ട് പഠിപ്പിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഒരു 15 വയസ്സിനുള്ളിൽ നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാം. 15 വയസ്സിന് ശേഷം അവരോട് ഒന്നിച്ചു നിൽക്കാനാ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾക്ക് അവരുടെ കൂടെ നിന്ന് അവരെ ഗൈഡ് ചെയ്യാനേ പറ്റുള്ളൂ. മറിച്ച് അവരെ പ്രോപ്പറായിട്ട് നമ്മളുടെ ആ ഒരു ഡിസൈഡ് ബിഹേവിയേഴ്സിനെ മോഡിഫൈ ചെയ്യാൻ ഒരു 15 വയസ്സ് കഴിഞ്ഞാൽ കുറച്ച് പ്രയാസമായിരിക്കും. അതുകൊണ്ട് ആ ഒരു ഏജിനുള്ളിൽ തന്നെ മാറ്റണമെന്ന് നമുക്ക് പേരൻസിന് തോന്നുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു രീതിയിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് മാറ്റിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ? മാഡം, ഈ മൊബൈൽ അഡിക്ഷൻ കുട്ടികളിൽ കാണുന്നില്ല, അപ്പൊ അതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ട്, പറയാമോ? ഓക്കെ, മൊബൈൽ അഡിക്ഷന് സാധാരണ രീതിയിൽ ഒരുപാട് അഡിക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ബാക്കി എല്ലാ അഡിക്ഷൻസും മാനേജ് ചെയ്യുന്ന പോലെ തന്നെ മൊബൈൽ അഡിക്ഷനെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ സിവിയറിറ്റി ബേസ് ചെയ്തിട്ടാണ് സാധാരണ മാനേജ്മെന്റ് എടുക്കുന്നത്. ഒരുപാട് അഡിക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഡി അഡിക്ഷൻ സെന്ററിലോട്ട് വിടേണ്ട കണ്ടീഷൻസും വരാറുണ്ട്. പക്ഷെ ചെറിയ രീതിയിലുള്ള അഡിക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ ടൈം കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് ബിഹേവിയറൽ മോഡിഫിക്കേഷന്റെ ഭാഗമായിട്ട് എടുക്കുന്നത്. ഇപ്പോ ഒരു കുട്ടി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു കുട്ടി ഒരു 2 മണിവരെ രാത്രി ഇരുന്ന മൊബൈൽ കണ്ടിട്ട് ഒരു 2-3 മണിക്കൂർ ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ സ്കൂളിൽ എണീറ്റ് പോകുന്ന ഒരു കുട്ടിയാണെന്നിരിക്കട്ടെ. അപ്പോ അതിന്റെ ഒറ്റയടിക്ക് നമ്മൾ കുട്ടിയോട് പറയാണ് ഇന്ന് രാത്രി 10 മണിയാകുമ്പോൾ മൊബൈൽ ഓഫ് ചെയ്ത്, അങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട്. പേരൻസിനോട് നമ്മൾ പറഞ്ഞു വിട്ടു, ജസ്റ്റ് 1 മണിക്കൂറൊക്കെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ലൈക്ക് ഇപ്പോ 2 മണി വരെ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 മണി വരെ, ഇന്നത്തെ ദിവസം ഒരു 1 മണി വരെ ഉറക്കുക. അങ്ങനെ ഒരു 2 ആഴ്ച കൊണ്ടുപോവുക. പിന്നത്തെ ദിവസം ഒരു 12 മണിയാകുമ്പോൾ കിടത്തുന്ന രീതിയിൽ കൊണ്ടുവരിക. അങ്ങനെ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് നമുക്ക് വരുത്താൻ പറ്റുള്ളൂ. ഓൾ ഓഫ് എ സഡൻ 10 മണിക്ക് ഉറങ്ങിയിട്ട് മൊബൈൽ കൊണ്ട് വെച്ച് കിടന്നുറങ്ങണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു പേരന്റ് അന്ന് അത് പറഞ്ഞു വിട്ടത് കേൾക്കാതെ അന്ന് രാത്രി തന്നെ 10 മണിക്ക് കുട്ടിയെ പിടിച്ച് കിടത്തി മൊബൈൽ മേടിച്ച് കയ്യിൽ വെച്ചു. ഇപ്പൊ കുട്ടി വിഡ്രോവൽ സിംറ്റംസ് കാണിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ആൽക്കഹോളും ഡ്രഗ്സും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഏത് രീതിയിലുള്ള വിഡ്രോവൽ സിംറ്റംസ് ആണോ കാണിക്കുന്നത്, അതേപോലെ തന്നെ കുട്ടി ഭയങ്കരമായിട്ട് വയലന്റ് ആയി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. സോ എപ്പോഴും ബിഹേവിയറൽ മോഡിഫിക്കേഷൻ നമുക്ക് ചെറിയ സ്റ്റെപ്പിലൂടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ രീതിയിൽ മൊബൈല് ഓരോ മണിക്കൂറും റെഡ്യൂസ് ചെയ്ത് അതിന്റെ സ്ക്രീൻ ടൈം റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാം. പിന്നെ മെഡിക്കൽ സപ്പോർട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതിലേക്കും പോകേണ്ടി വരും.
ഈ ഒരു അവർക്ക് വരുന്ന വിഡ്രോവൽ സിംറ്റംസിനെ മാനേജ് ചെയ്യാനായിട്ട് ചിലപ്പോൾ മെഡിക്കൽ സപ്പോർട്ടിലേക്കും പോകേണ്ടി വരും. ഒരു ക്വസ്റ്റ്യൻ റൈറ്റപ്പിലുണ്ട്. ഓക്കെ സർ. അതോറിറ്റേറിയൻ പാരന്റിംഗ് സ്റ്റൈൽ റിസൾട്ട് ആയിട്ടുണ്ടാകുന്ന റിയാക്റ്റീവ് രീതിയും കുട്ടികളുടെ അതോറിറ്റേറ്റീവ് പാരന്റിംഗ് സ്റ്റൈൽ എങ്ങനെ പേരൻസിൽ മാറ്റിയെടുക്കാൻ പറ്റും, അതുപോലെ തന്നെ റെബലിയസ് ആയിട്ടുള്ള കുട്ടികളെ ഏത് രീതിയിൽ പേരന്റിങ് കൊണ്ടുവരണം, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ഓക്കെ. അതോറിറ്റേറിയൻ പേരന്റിങ്ങിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതിലെ പേരൻസ് മനസ്സിലാക്കണം ഞാനൊരു അതോറിറ്റേറിയൻ പേരന്റിങ് ആണ്. അതായത് ഒരുപാട് നിയമങ്ങൾ ഞാൻ കുട്ടിയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് നിയന്ത്രണങ്ങൾ വെക്കുന്നുണ്ട് എന്നുള്ള കാര്യം പേരന്റിങ്ങില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോ ഞാൻ ഒരു പ്രാവശ്യം ഒരു ക്ലാസ് എടുക്കാൻ പോയപ്പോഴത്തേക്കും പേരന്റിങ്ങിന്റെ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഈ ഒരു അതോറിറ്റേറിയൻ പേരന്റിങ്ങിനെ കുറിച്ച് സംസാരിച്ചു. അതിനുശേഷം ക്ലാസ് കഴിഞ്ഞിട്ട് അവിടെ ഒരു പേരന്റ് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു പേരന്റിങ് സ്റ്റൈലാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ക്ലയന്റ് പേരന്റിന് ആ സമയത്ത് ഒരു ഇൻസൈറ്റ് ഉണ്ടായി എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഗുഡ്, നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. മറിച്ച് ചില പേരൻസിനാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല, ഞാൻ ചെയ്യുന്നതാണ് ശരി എന്നുള്ള രീതിയിലായിരിക്കും അവർ പേരന്റിങ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ആ സമയത്ത് അത് നമുക്ക് മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. മറിച്ച് ആ സമയത്ത് കുട്ടികളിൽ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അവര് ഈ പറയുന്ന കൺട്രോൾഡ് പേരന്റിങ്ങിൽ വളർന്നു വരുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള യാതൊരു അഭിപ്രായങ്ങളും എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് പോകും. ഡിപ്രഷൻ, ആങ്സൈറ്റി, ആ പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ടും കുട്ടികളിൽ കാണുന്നത്. അതുപോലെ തന്നെ സൂയിസൈഡിലേക്ക് പോകുന്ന കുട്ടികളുമുണ്ട്. സോ അത് പേരൻസ് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനായിട്ട് എളുപ്പമാണ്. കുട്ടികളോടുള്ള അപ്രോച്ചിൽ മാറ്റങ്ങൾ വരുത്താം, ആ ഒരു രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ചോദ്യം സാർ എന്തോ പറഞ്ഞിരുന്നു? പേരൻസിനും കൗൺസിലിംഗ് വേണ്ടി വരും ആ സമയത്ത് അല്ലേ? അതെ അതെ അതെ, ഉറപ്പായിട്ടും പേരൻസിന് കൗൺസിലിംഗ് വേണ്ടി വരും, കുട്ടികൾക്ക് മാത്രം പോരാ സമയത്ത്. റെബലിയസ് ആയിട്ടുള്ള കുട്ടികളുടെ നേച്ചർ എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. നമുക്ക് ബിഹേവിയറൽ മോഡിഫിക്കേഷൻ കൊണ്ടുവരാൻ പറ്റുമെന്ന് പറഞ്ഞു. സോ ഒരുപാട് ടെക്നിക്സുകൾ ഉണ്ട്. ഇതിപ്പോ ഒരു ദിവസം നമ്മൾ ജസ്റ്റ് ഒരു കുട്ടിയുടെ ബിഹേവിയർ ഇന്നതാണ് അത് മാറ്റിയെടുക്കണമെന്ന് പറഞ്ഞാൽ പറ്റില്ല. അതിന് കണ്ടിന്യൂസ് ആയിട്ട് കുറെ സെഷൻസ്, കുട്ടിയും അതിൽ ഇൻവോൾവ് ആവണം, പേരൻസും അതിൽ ഇൻവോൾവ് ആവണം. കുട്ടിക്ക് പേരൻസിന് കുട്ടികളോടുള്ള അപ്രോച്ചിൽ വ്യത്യാസങ്ങൾ വരുത്തണം. അവരുടെ ഈ പറഞ്ഞ രീതിയിലുള്ള കൺട്രോളിങ് നേച്ചർ ആണെന്നുണ്ടെങ്കിൽ അതിൽ വ്യത്യാസങ്ങൾ വരുത്തണം. അങ്ങനെ ഇപ്പോ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. അടുത്തിടയ്ക്ക് ഒരു കുട്ടി, ഒരു ഗേൾ ആണ്, ആ കുട്ടി വന്നിരുന്നു. ആ കുട്ടിക്ക് ചെറിയ രീതിയിലുള്ള ഇമോഷണൽ പ്രശ്നങ്ങളുണ്ട്. ലൈക്ക് ഇപ്പോ പെട്ടെന്ന് ദേഷ്യപ്പെടുക, പെട്ടെന്ന് കരയുക, പെട്ടെന്ന് സ്നേഹിക്കുക, അങ്ങനെയുള്ളൊരു നേച്ചർ ഉണ്ട്. പിന്നെ എടുത്തു ചാടി ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പൊ കുട്ടിയുടെ ആ ഒരു ബിഹേവിയർ നമ്മൾ പതിയെ മാറ്റിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നേ അവരുടെ ഇമോഷൻസിനെ ഐഡന്റിഫൈ ചെയ്യാനും, അവരിപ്പോ ദേഷ്യപ്പെട്ട് സാധനങ്ങൾ വലിച്ചെറിയുകയാണെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനെ മനസ്സിലാക്കി ആ സമയത്ത് എങ്ങനെ അത് മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നു, ഈ ഒരു രീതിയിലല്ലാതെ വേറെ ഏത് രീതിയിൽ ആ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമായിരുന്നു, അങ്ങനെയൊക്കെ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് മാറ്റിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ ആ കുട്ടി പ്രാക്ടീസ് ചെയ്ത് വന്നുകൊണ്ടിരുന്ന സമയത്ത് ഫാദർ ഭയങ്കരമായിട്ട് ഒരു അഗ്രസീവ് നേച്ചറുള്ള ഒരു ഫാദർ ആയിരുന്നു. അപ്പൊ എന്തോ ഒരു ചെറിയ സിറ്റുവേഷനിൽ ആ ഫാദർ പൊട്ടിത്തെറിച്ചു. അങ്ങനെ അവിടെ പ്രശ്നമായി. അപ്പോ ആ കുട്ടി കൊണ്ടുവന്ന ആ മെത്തേഡ്സ് മുഴുവൻ യൂസ്ലെസ് ആയി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അപ്പൊ കുട്ടി പിന്നെയും ഡിപ്രസ്ഡ് ആയി. ഞാൻ ഇത്രയും ചെയ്തിട്ടും അച്ഛനെന്നെ ഉൾക്കൊള്ളുന്നില്ലല്ലോ, ആ ഒരു രീതിയിൽ ആ കുട്ടിക്ക് ആ ഒരു ഫീലിംഗ് വന്നു. അപ്പോ രണ്ടുപേരുടെയും ഇൻവോൾവ്മെന്റ് ഇതിൽ ആവശ്യമാണ്. പേരൻസിന്റെ ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ് അതെല്ലാം മാറ്റിക്കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് കുട്ടികളുടെ നല്ല രീതിയിലുള്ള ഒരു പ്രോപ്പർ ഡെവലപ്മെന്റിലേക്ക്. മറ്റ് സംശയങ്ങൾ എന്തെങ്കിലും?
മറ്റ് സംശയങ്ങളൊന്നും ഇല്ല എന്ന് കരുതുന്നു. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ആരെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ മറ്റു അഭിപ്രായങ്ങളില്ല എന്ന് വിചാരിക്കുന്നു. താങ്ക് യു മേജർ അമേക്ക. വീണ്ടും നമ്മളിത് ഇതേപോലെ ഉപകാരപ്രദമായ ക്ലാസ്സുകളായിട്ട് എത്താം. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്. Thank you, sir. Good night, all.